നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനം. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരു മരണം കൂടി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. തൃശൂരിലെ വെടിമരുന്ന് ദുരന്തം കനത്ത ചൂട് കാരണമല്ലെന്ന് പെസോ വിലയിരുത്തൽ. അന്വേഷണത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് നിർണായകം. കടങ്ങോട് തെക്കുമുറിയിൽ വിഷബാധ സംശയിക്കുന്ന പൂച്ചയുടെ ആക്രമണം. ഗുരുതര പരിക്കുകളോടെ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനം. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് മന്ത്രിസഭായോഗം ചേർന്നത്. സ്ഫോടനം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കും. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കും. പരിക്കേറ്റവർക്ക് 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാവുന്നതാണ്. ഇതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകും. 6 മാസത്തിലധികമായി ചികിത്സ വേണ്ടിവന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. തിരച്ചിലും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിനുവേണ്ടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അവ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിക്കും. ദുരന്തവുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിനും DNA മാച്ചിങ്ങിനായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറപ്പെടുവിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകി. സ്ഫോടനം കാരണം സമീപ വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിച്ച് SDRF-ൽ നിന്നും തുക ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരു മരണം കൂടി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. 90% പൊള്ളലേറ്റ പ്രവീൺ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് മരണം സംഭവിച്ചത്. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. അതേസമയം അപകടം ചൂട് കാരണമല്ലെന്നാണ് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ പ്രാഥമിക വിലയിരുത്തൽ. അളവിൽ കൂടുതൽ കരിമരുന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് സംശയം. പടക്ക നിർമ്മാണത്തിലെ പരിചയക്കുറവുള്ളവർ ഉണ്ടാകാം എന്നുമാണ് പെസോയുടെ വിലയിരുത്തൽ. ദുരന്ത ഭൂമിയിൽ നിന്ന് ഇന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു. മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളാണ് ലഭിച്ചത് എന്നാണ് നിഗമനം. നിലവിൽ പെസോ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫോറൻസിക്, അഗ്നിശമന സേന എന്നിവരുടെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം നടത്തി. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. കുണ്ടന്നൂർ മുതുകാട്ടിൽ വിജയൻ സുലോചന ദമ്പതികളുടെ മകനായ 40 വയസ്സുള്ള സുവിൻ മുട്ടിക്കലിലെ വർക്ക്ഷോപ്പിലെ പെയിന്റിംഗ് തൊഴിലാളിയാണ്. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള സുവിൻ പൂരക്കാലങ്ങളിൽ വെടിക്കെട്ട് പണിക്കും പോകാറുണ്ട്. 2 ദിവസം മുമ്പാണ് മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ട് ശാലയിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയത്. വിവാഹിതനാണ് സുവിൻ.
ഭാര്യ അഞ്ജുവിനോടും മകൻ 8 വയസ്സുകാരൻ നിരഞ്ജൻ കൃഷ്ണയോടും യാത്ര പറഞ്ഞ ഇന്നലെ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. രാത്രി 11 മണിയോടെ സുവിന്റെ ചേതനയേറ്റ ശരീരമാണ് വീട്ടിലേക്കെത്തിയത്. വെടിക്കെട്ട് അപകടം അറിഞ്ഞതു മുതൽ സുവിന് ഒന്നും സംഭവിക്കരുതേ എന്ന വീട്ടുകാരും നാട്ടുകാരും പ്രാർത്ഥിച്ചുവെങ്കിലും എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി സുവിൻ യാത്രയായി. രാവിലെ 11 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് സംസ്കാരം നടത്തി. നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പൂരപ്രേമികളും ഉൾപ്പെടെ നിരവധി പേരാണ് സുവിനെ യാത്രയാക്കാനെത്തിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായവരിൽ തൃത്താല സ്വദേശിയും കുമരനെല്ലൂർ കൊടിക്കാംകുന്ന് സ്വദേശി 53 വയസ്സുള്ള മാടിപ്പുറത്ത് വാസുദേവനാണ് മരിച്ചത്. സനിത ഭാര്യയും അശ്വിൻ ദേവ്, അനുശ്രീ എന്നിവർ മക്കളുമാണ്. പൊന്നാനി ഈശ്വരമംഗലത്ത് സംസ്കാരം നടത്തി. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ച ചങ്ങരംകുളം ആലങ്കോട് അട്ടക്കുന്ന് സ്വദേശി പള്ളിയാലിൽ മണികണ്ഠന്റെ മൃതദേഹം സംസ്കരിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം അട്ടക്കുന്നിലെ വീട്ടിലെത്തിച്ചത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്കു കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി നാടൊന്നാകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് വീടും പരിസരവും സാക്ഷ്യം വഹിച്ചത്. ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ മണികണ്ഠന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം പൊന്നാനിയിൽ നടത്തി. അതിശക്തമായ വെയിലായിരിക്കാം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന് കാരണമെന്ന് തൊഴിലാളി വേലൂർ സ്വദേശി സരസ്വതി പറഞ്ഞു. വെടിക്കെട്ടുശാല പ്രവർത്തിച്ചിരുന്ന പറമ്പിൽ നിന്നും സരസ്വതിക്ക് സൂര്യാഘാതത്താൽ പൊള്ളലേറ്റുണ്ടായിരുന്നു. അപകടം നടന്ന ദിവസം സരസ്വതി വെടിക്കെട്ട് നിർമ്മാണത്തിന് പോകാതിരുന്നതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് നെല്ലിക്കൽ വീട്ടിൽ സുബ്രഹ്മണ്യന്റെ ഭാര്യ സരസ്വതിയുടെ വീട്. 4 വർഷമായി സരസ്വതി വെടിക്കെട്ടുശാലയിൽ തൊഴിലെടുത്തു വരുന്നു. പടക്കം കെട്ടലായിരുന്നു ഇവരുടെ ജോലി. അപകടം നടന്ന ദിവസം കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളായതിനാൽ സരസ്വതി വെടിക്കെട്ടുശാലയിൽ പോയിരുന്നില്ല. അപകടത്തിന്റെ തൊട്ടുമുന്നത്തെ ദിവസമാണ് സരസ്വതിക്ക് വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിക്കുന്ന പറമ്പിൽ നിന്നും സൂര്യതാപമേറ്റത്. പുറത്ത് കഴുത്തിന് താഴെ വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. അതിശക്തമായ വെയിലാണ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നതെന്ന് സരസ്വതി പറയുന്നു. അപകടത്തിന് കാരണം ശക്തമായ ചൂടായിരിക്കാമെന്നും സരസ്വതി പറഞ്ഞു. അതെ, ചൂടിലാണത്. ഇത് പറ്റിയതും ചൂട് തന്നെ കേട്ടാ. ഈ മരുന്ന് അവിടെ അപകടം ഉണ്ടായതും ഈ ചൂട് തന്നെ. വേറെ ഒരു വക സംശയവും കണക്കാക്കണ്ട. ചൂട് തന്നെ, അത്രയും കടുപ്പുള്ള ചൂടുണ്ട്. ശരീരത്തിന് മുഴുവനും മൊത്തം നല്ല ചൂട് വന്നു. രാത്രിയിൽ കുളിക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഇതാക്കുമ്പോ ഇവിടുന്ന് തോലിങ്ങനെ കിഴിഞ്ഞാ പോയി. അപ്പൊ ഇവർക്കൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇത് സൂര്യാഘാതാണ് കേട്ടോ. സരസിച്ച് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 10-40 ആള് 10-35 ആള് ഒക്കെ ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം അവിടുന്ന് തന്നെയാണ്. അപ്പൊ മിനിഞ്ഞാന്നൊക്കെ ഭക്ഷണം കൊടുന്നേക്കണത് ഈ ശ്രീശക്തിയില് ഭക്ഷണം ഉണ്ടല്ലോ, അപ്പൊ അവിടുന്ന് കൊടുന്നേക്കണം അവരുടെ വീടിന്. അതെ, ചൂട് കൊണ്ട് തന്നെ ഒരു സംശയവും. ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ചൂട്. സരസ്വതിയും സമീപവാസിയും ബന്ധുവുമായ നെല്ലിക്കൽ പ്രേമയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അപകടം നടക്കുന്ന ദിവസം വെടിക്കെട്ടുശാലയിൽ ജോലിക്ക് പോയ പ്രേമ ഉച്ചയോടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമായതിനാലാണ് ഇവർ അപകടത്തിന് തൊട്ടു മുമ്പ് മടങ്ങിയത്. പ്രേമയുടെ ഭർത്താവ് വേലായുധൻ വർഷങ്ങൾക്ക് മുമ്പ് വേലൂരിലുണ്ടായ വെടിക്കെട്ടുശാല സ്ഫോടനത്തിലാണ് മരിച്ചത്. വേലൂർ ശൗര്യംപറമ്പിൽ ശേഖരന്റെ ഭാര്യ ഭവാനിക്ക് അപകടത്തിൽ കാലിന് നിസ്സാര പരിക്ക് പറ്റിയിട്ടുണ്ട്.
ആദ്യ സ്ഫോടനം നടക്കുമ്പോൾ തൊട്ടടുത്ത വെടിക്കെട്ട് പുരയിൽ പടക്കം കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭവാനി. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഇവർക്ക് വീണ് കൈയിനും കാലിനും പരിക്കുപറ്റി. വെടിക്കെട്ടുശാലയിൽ ജോലി ചെയ്തിരുന്ന വേലൂർ സ്വദേശി വിൻസെന്റാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. വിൻസെന്റിനും മറ്റൊരു തൊഴിലാളിയായ വേലൂർ സ്വദേശി സാജനും നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 3 പേരും ആശുപത്രികളിൽ ചികിത്സ തേടി. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം നാളെ രാവിലെ 10:30 നടക്കും. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും പൂരം നടത്തിപ്പിൽ തീരുമാനം ഉണ്ടാകുക. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്നും ദേവസ്വങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഒരു മൃതദേഹ അവശിഷ്ടം ഇന്നത്തെ തെരച്ചിലിൽ കിട്ടി. പൂരം കഴിയാതെ താൻ തൃശൂരിൽ നിന്നും മടങ്ങുന്നില്ലെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. ദുരന്ത പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്ന് നടക്കും. ചികിത്സയിലായതിനാലാണ് മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് എത്താത്തതെന്ന് അദ്ദേഹം അറിയിച്ചു. വളർത്തുനായയെ ഉപദ്രവിച്ചത് ചോദ്യം ചെയ്തതിന് വീട്ടുടമയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കരിവന്തല സ്വദേശികളായ നമ്പുള്ളി സന്ദീപ്, വടക്കുംതല വീട്ടിൽ മികേഷ്, കരിയാടൻ വീട്ടിൽ അമൽജിത്ത് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിവന്തല കറുപ്പം വീട്ടിൽ ആരിഫ് വീട്ടിൽ വളർത്തുന്ന നായയെ പ്രതികളിൽ ഒരാൾ കല്ലെറിഞ്ഞത് ആരിഫ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ പ്രതികളായ 3 ചേർന്ന് ആയുധങ്ങൾ കൊണ്ട് ആരിഫിനെയും ആരിഫിന്റെ കുടുംബാംഗങ്ങളെയും മർദ്ദിക്കുകയും ആരിഫിന്റെ സ്കൂട്ടർ തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പാവർട്ടി പോലീസ് വധശ്രമത്തിന് കേസെടുക്കുകയും പ്രതികളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കടങ്ങോട് തെക്കുമുറിയിൽ പേവിഷബാധ സംശയിക്കുന്ന പൂച്ചയുടെ ആക്രമണം. ഗുരുതര പരിക്കുകളോടെ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. തെക്കുമുറി അയ്യപ്പൻകാട്ടിൽ 46 വയസ്സുള്ള ശ്രീജൻ, ഇടുക്കാട്ട് വീട്ടിൽ 72 വയസ്സുള്ള ചന്ദ്രമതി എന്നിവരെയാണ് പൂച്ച ആക്രമിച്ചത്. ഇന്നലെ രാവിലെ 10 മണിയോടെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ശ്രീജനെയാണ് തെരുവ് പൂച്ച ആദ്യം ആക്രമിച്ചത്. പിന്നീട് ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ പൂച്ച വീടിനുള്ളിൽ വെച്ച് ചന്ദ്രമതിയെ ആക്രമിക്കുകയായിരുന്നു. ശേഷം സമീപമുള്ള വീട്ടിൽ നിന്നിരുന്ന പൂച്ചയെയും തെരുവ് നായ്ക്കളെയും കടിച്ചു. നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയ പൂച്ചയെ വാർഡ് മെമ്പർ പ്രമീള മണികണ്ഠന്റെ നേതൃത്വത്തിൽ അനിമൽ റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു, അഭിലാഷ് കടങ്ങോട്, വിനോദ് കുമാർ, അനന്തു എന്നിവരും നാട്ടുകാരും ചേർന്ന് വലയിട്ട് പിടിച്ചു നിരീക്ഷണത്തിലാക്കി. 1 മാസം മുൻപാണ് വെള്ളറക്കാട് കൊല്ലൻപടിയിൽ പേവിഷബാധയുള്ള തെരുവുനായ വീടിനുള്ളിൽ കിടന്നിരുന്ന രോഗിയായ കാർത്തിയനിയെയും മകനെയും കടിച്ചുകയറിയത്. ആക്രമണത്തിൽ കാർത്തിയനി അതിദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. അന്ന് തെരുവിൽ അലയുന്ന പട്ടികളെയും പൂച്ചകളെയും പിടികൂടി ഷെൽട്ടറിലിടുമെന്ന് വാക്കു തന്നിട്ടും അധികൃതർ അത് പാലിച്ചില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ആക്രമണം നേരിട്ട ആളുകൾക്ക് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ വരെ ലഭ്യമാക്കിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കോതച്ചിറ ചിറക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും സമാപിച്ചു. 8 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അനിപ്രകാശ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വവും ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, വിഷ്ണു നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരുമായി. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുളസി ബാലകൃഷ്ണനായിരുന്നു യജ്ഞാചാര്യ. 8 ദിവസങ്ങളിലായി നടന്ന ഉത്സവാഘോഷങ്ങളിൽ ക്ഷേത്രവാദികലാസംഘം വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. സമാപന ദിനത്തിൽ നേപഥ്യ മൂഴിക്കുളം യദുകൃഷ്ണൻ രാവണനായി തോരണയുദ്ധം കൂടിയാട്ടം ശ്രദ്ധേയമായി. മിഴാവിൽ കലാമണ്ഡലം ജിനേഷ്, ഇടക്കയിൽ കലാനിലയം രാജൻ, താളത്തിൽ നേപഥ്യ ആരതി എന്നിവർ പക്കമേളവും കലാനിലയം ശ്രീജിത്ത് സുന്ദരൻ ചുട്ടിയും ഒരുക്കി. സമാപന സമ്മേളനം കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശൻ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി. ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, എഴുത്തുകാരനായ VK അച്യുതൻ, M രാമസുന്ദരം, CM വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച മുതൽ വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നുവരുന്ന ഗ്രാമക നാടകോത്സവം 9ാം പതിപ്പിന് ഇന്ന് തിരശ്ശീല വീഴും. വൈകിട്ട് 6 നടക്കുന്ന സമാപന സമ്മേളനം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമകം ചെയർപേഴ്സൺ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനാകും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യാതിഥിയാകും. ചടങ്ങിൽ 6ാമത് ഗ്രാമകം പുരസ്കാരം പ്രശസ്ത നാടക രചയിതാവ് വാസൻ പുത്തൂരിന് സമർപ്പിക്കും. 11,111 രൂപയും ജയൻ പാത്രമംഗലം നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും
അടങ്ങിയതാണ് പുരസ്കാരം. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പ്രത്യേക വിദഗ്ധ പരിശീലന പരിപാടി നടത്തി. ആശുപത്രി മാലിന്യ സംസ്കരണത്തിന്റെ പ്രായോഗിക ശാസ്ത്രീയ മാർഗങ്ങൾ വിശദീകരിച്ച് ജീവനക്കാരുടെ സംശയ നിവാരണവും നടത്തി. IMA ഇമേജ് പ്രതിനിധിയും പരിശീലകനുമായ റിജു പ്രസാദ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പബ്ലിക് ഹെൽത്ത് നഴ്സ് സുനിത രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നമ്രത നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ C ബിഞ്ചു ജേക്കബ് നന്ദിയും പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ്, സ്റ്റാഫ് നഴ്സ്, MLSP, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പരിശീലനത്തിൽ പങ്കെടുത്തു. എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങളും കാലത്തിനൊത്ത് ആധുനികവൽക്കരിച്ചെങ്കിലും പഴമയുടെ പ്രതാപം വിളിച്ചോതി ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ ചക്കപ്പൂരത്തിലെ കുതിരകയറ്റം. പതിവ് പോലെ മീനത്തിലെ ഭരണിനാളിലാണ് കുതിരയുടെ പണിക്ക് തുടക്കം കുറിക്കുക. ആദ്യം ക്ഷേത്രത്തിനകത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന കുതിരയെ ഉറപ്പിക്കുന്നതിനുള്ള തേക്കിന്റെ കാലുകളും അവ കൂട്ടിയോജിപ്പിക്കുന്ന തണ്ടുകളും അടങ്ങിയ ചട്ടുകങ്ങൾ പുറത്തെടുത്ത സ്റ്റാൻഡുണ്ടാക്കി മരത്തിന്റെ പൂളിട്ട് ഉറപ്പിക്കുന്ന ജോലിയാണ് നടത്തുക. ഇവയ്ക്കു മുകളിൽ കാലുകളും തണ്ടും ഉറപ്പിച്ച മുള വെട്ടിച്ചീകിയ നേർത്ത വാരികളാൽ ചുറ്റിവെക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി കുതിരയുടെ കാലുകളും വാരിയും ഉറപ്പിച്ച ശേഷം മുകളിൽ വൈക്കോൽ പിരിച്ച് കയർ രൂപമാക്കി ചുറ്റി കുതിര രൂപമാക്കും. ഇതിനു മുകളിൽ വൈക്കോലുകൾ പരത്തിവെച്ച് കയറുകൊണ്ട് ചുറ്റി കുതിരയുടെ തലയും പൂപ്പലകകളും കൂട്ടിയോജിപ്പിക്കുന്നതോടുകൂടി പ്രധാന പണികൾ പൂർത്തിയാകും. പിന്നീട് വെള്ളച്ചേല ചുറ്റി അവസാനം പിന്നിൽ വാൽക്കൂടി പിടിപ്പിച്ച മിനുക്കുപണികൾ പൂർത്തീകരിക്കുന്നതോടെ ഒത്ത കുതിരയായി മാറും. ഇവിടെ നിർമ്മിക്കുന്ന കുതിരയ്ക്ക് 20 അടിയോളം പൊക്കവും 40 അടി നീളവും ഉണ്ടാകും. വിഷു കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച താലപ്പൊലി കൂറയിടുന്ന ദിവസം കുതിരവേലയായി ആഘോഷിക്കും. ഈ ദിവസം പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന കുതിരയെ എടുത്ത് കിഴക്കോട്ട് തിരിച്ചുവെക്കുന്ന ചടങ്ങാണ് പ്രധാനം. തുടർന്ന് വെളിച്ചപ്പാട് അരിയും പൂവുമെറിഞ്ഞ് ദേവീ ചൈതന്യം വടക്കേ നടയിലുള്ള കുതിരയിലേക്ക് പകരും. ഉത്സവ ദിവസം കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം 7:30 കുതിരയെ എടുത്ത് ക്ഷേത്രം വലം ചുറ്റും. ദേവീ ചൈതന്യം വഹിക്കുന്ന കുതിരയെ എടുക്കുന്ന ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കുക. പുരാതന കാലം മുതൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പ്രധാന ചടങ്ങാണ് കുതിരവേല. അതിന് മാറ്റം വരുത്താതെ അതേ തനിമയോടും ഭക്തിയോടും കൂടി നിലനിർത്തി കൊണ്ടുപോവുകയാണ് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ. മുൻപ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദേശക്കുതിരകൾ ക്ഷേത്രത്തിൽ സംഗമിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നിരുന്നു. പഴയകാലത്ത് ചക്കയും മാങ്ങയും സുലഭമായി ഉത്സവത്തിനെത്തുന്നവർക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുമായിരുന്നതിനാൽ ചക്കപ്പൂരം എന്ന പേരിലാണ് ഇവിടുത്തെ ഉത്സവം അറിയപ്പെട്ടിരുന്നത്. പല ദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ചക്കയും മാങ്ങയും വാങ്ങാൻ ഉത്സവത്തിനെത്തുന്നത് പതിവായിരുന്നു. എന്നാൽ ഇന്ന് ചക്കയുടെയും മാങ്ങയുടെയും ലഭ്യതക്കുറവും പറിച്ചെടുക്കാനുള്ള ചെലവും മൂലം പേരിനുപോലും ഒരു ചക്ക കാണാതായി മാറി ക്ഷേത്രത്തിലെ ചക്കപ്പൂരം. CBSE 10ാം തരം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അൽന സ്റ്റാൻലിയെ പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. ചടങ്ങിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ T ഹരികുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദരവ് കൈമാറി. അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, സുരേഷ് കുമാർ, പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ് N, ജില്ലാ ട്രഷറർ ശങ്കരനാരായണൻ, എക്സിക്യൂട്ടീവ് അംഗം നിഷ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. JSKA ഇന്ത്യ തൃശൂർ ജില്ലാ ചീഫ് ഷിഹാൻ മുഹമ്മദ് സാലിഹിനെ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ മുബീന സലീം മൊമെന്റോ നൽകി ആദരിച്ചു. ഡ്രാഗൺ കരാട്ടെ ക്ലബ് ബ്ലാക്ക് ബെൽറ്റ് ടീമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. JSKA ഇന്ത്യയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ബെൽറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മാസ്റ്റർ എന്ന ബഹുമതിയും ഷിഹാൻ മുഹമ്മദ് സാലിഹ് നിലനിർത്തി. കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് നടന്ന JSKA ഇന്ത്യ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെച്ച് ഇന്ത്യൻ ചീഫ് സെൻസായി ഗോപാലകൃഷ്ണനാണ് മുഹമ്മദ് സാലിഹിനെ തൃശൂർ ജില്ലാ ചീഫായി പ്രഖ്യാപിച്ചത്. മന്ദലാങ്കുന്നിൽ 27 വർഷം പിന്നിട്ട ഡ്രാഗൺ കരാട്ടെ ക്ലബിന്റെ ടെക്നിക്കൽ ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമാണ് ഇദ്ദേഹം. ചടങ്ങിൽ സെൻസായിമാരായ അംജിദ് ഖാൻ, KCM ബാദുഷ, ഹുസൈൻ എടയൂർ, ഷാരിഖ്, ഷെദീന സാലിഹ്, സെമ്പായിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കുന്നംകുളം ആനായിക്കൽ ഇലവന്ത്ര ഭഗവതി ക്ഷേത്രത്തിൽ 6 ദിവസമായി നടന്നുവന്നിരുന്ന ചടങ്ങുകൾ സമാപിച്ചു. സമാപന ചടങ്ങ് രാമായണ പ്രഭാഷണാചാര്യൻ സിദ്ധാർത്ഥൻ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇ.ജി. ഷനോജ്, ട്രഷറർ സുഷിൽ ഇ.ബി. എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തിനു വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ജയപ്രകാശ് ഇലവന്ത്ര സ്വാഗതവും ജ്യോതിസ് ഇ.ജെ. നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം. കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസിനടുത്ത് താമസിക്കുന്ന ഓവുങ്ങൽ സ്വദേശി കറുപ്പമേട്ടിൽ ഉമ്മർ നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം മണത്തല ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. റംലത്ത് ഭാര്യയും നിലോഫർ, സുഹൈൽ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കൊങ്ങണൂർ കാളേക്കാട്ട് വീട്ടിൽ ദേവയാനി നിര്യാതയായി 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉണ്ണി ഭർത്താവാണ്. ബിന്ദു, സിന്ധു, ഇന്ദു, ആനന്ദ് എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര കുറ്റിക്കാട്ട് ജോസ് ഭാര്യ ലൂസി നിര്യാതയായി 63 വയസ്സായിരുന്നു. സംസ്കാരം തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ജോയ്സൺ, ജാൻസി, ജിൻസി എന്നിവർ മക്കളാണ്. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ പരേതനായ മുള്ളത്തുവളപ്പിൽ ആലിക്കുട്ടിയുടെ മകൻ അബൂബക്കർ നിര്യാതനായി 69 വയസ്സായിരുന്നു. ഖബറടക്കം കാഞ്ഞിരത്തിങ്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആസിയയാണ് ഭാര്യ. ആഷിഖ്, അഷ്കർ, ഫെമിന എന്നിവർ മക്കളാണ്. വൈശ്ശേരി കൊള്ളന്നൂർ കുഞ്ഞപ്പൻ ഭാര്യ തങ്കമണി നിര്യാതയായി 72 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. പഴഞ്ഞി പട്ടിത്തടം ചീരൻ ലിംസൺ മകൻ ലിയോൺ നിര്യാതനായി 3 വയസ്സായിരുന്നു. ലിയ മാതാവും ലിബിയ സഹോദരിയുമാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് പഴഞ്ഞി മാർത്തോമ ഇമ്മാനുവൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനം. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരു മരണം കൂടി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി 45 വയസ്സുള്ള പ്രവീണാണ് മരിച്ചത്. തൃശൂരിലെ വെടിമരുന്ന് ദുരന്തം കനത്ത ചൂട് കാരണമല്ലെന്ന് പെസോ വിലയിരുത്തൽ. അന്വേഷണത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നിർണായകം. കടങ്ങോട് തെക്കുമുറിയിൽ പേ വിഷബാധ സംശയിക്കുന്ന പൂച്ചയുടെ ആക്രമണം. ഗുരുതര പരിക്കുകളോടെ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.